മുന്നിലെ ചോദ്യങ്ങളോട് ഒടുവിൽ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി. പരിശോധനാ വിവരം ED പോലീസിനെ അറിയിച്ചില്ല. കോടതി നിർദ്ദേശിച്ച കേസിൽ അന്വേഷണം എങ്ങനെ വേണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. റെയ്ഡിൽ രാഹുൽ ഗാന്ധിയെയാണ് പിണറായി കുറ്റപ്പെടുത്തിയത്. എന്നാൽ മോദിയെ ഒരക്ഷരം പോലും പറഞ്ഞില്ല. ED VD മോദി എന്ന പ്രയോഗം ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ തമാശയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ടോ പറയാൻ പാടില്ല. പെട്ടെന്നങ്ങ് പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ സമയം തീരുമാനിക്കേണ്ടത് ഞാൻ. അതിനുള്ള അവകാശം എനിക്കല്ല. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അതിനുള്ള അവകാശം ഞാൻ എപ്പോഴും തരും. മനസ്സിലായല്ലോ? ആയതുകൊണ്ടാണല്ലോ പറയാൻ പോകുന്നത്. നിങ്ങളല്ല തീരുമാനിക്കണം, ഞാനാണ് തീരുമാനിക്കുന്നത്. അത്രേ എനിക്ക് അവകാശം വേണം. ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ചോദിച്ചതിന്. ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണുള്ളത്? ഒരു റോളും ഇല്ല സംസ്ഥാന ഗവൺമെന്റ്. ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല. പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെന്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ? ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണോ ചെയ്തത്? അല്ല. അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു, പല പ്രാവശ്യമായിട്ട് തുടർച്ചയായി ആ കേസുമായിട്ട് സഹകരിച്ചു. അത് രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു. ആ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതി പോയപ്പോൾ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങളങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങൾ അതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആണോ? ഞാൻ വളരെ ജെന്യുവനായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ഞങ്ങളതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അല്ല. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്, അത് ആവർത്തിക്കാൻ പാടില്ല. വിവരങ്ങളുമായി KR സാജു ചേരുകയാണ്. സാജു, ED പരിശോധനയ്ക്ക് പിന്നിൽ ED മോഡി VD ഡീലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തെ പരിഹസിച്ച് തള്ളുകയാണോ മുഖ്യമന്ത്രി VD സതീശൻ? ദിവ്യ, VD സതീശന്റെ ഇന്നത്തെ മറുപടി ശ്രദ്ധിക്കുക. ഇവിടെ ED നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ അദ്ദേഹം ഒരുങ്ങുന്നില്ല. കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഒരു പരിശോധനയും അന്വേഷണവുമാണ്. ആ അന്വേഷണത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്ന സാങ്കേതിക മറുപടി പറഞ്ഞുകൊണ്ട് തുടർന്ന് പിന്നീട് CPM-ഉം പിണറായി വിജയനും സ്വീകരിച്ച നയനിലപാടുകളെ ഇക്കാര്യത്തിൽ വിമർശിക്കുക എന്ന സമീപനമാണ് മുഖ്യമന്ത്രി VD സതീശൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, പിണറായി വിജയൻ ഈ റെയ്ഡിനു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്, രാഹുൽ ഗാന്ധിയാണോ റെയ്ഡിന് ആളെ അയച്ചത്, മോദിയെക്കുറിച്ച് ഒരക്ഷരം പോലും പിണറായി വിജയൻ
പറഞ്ഞില്ല എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തിക്കൊണ്ട് വിമർശനം പിണറായി വിജയനിലേക്കും CPM-ലേക്കും തിരിച്ചുവെക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത ഘട്ടത്തിലെല്ലാം മണിക്കൂറുകളോളം സഹകരിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചത്. മറ്റൊരു കാര്യം, ED മോദി ഡീൽ എന്ന് പറയുന്നതിനെ അക്ഷരാർത്ഥത്തിൽ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ തമാശയാണ് ഇത് എന്ന് പറയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഒരു മുഖ്യമന്ത്രി ആയാൽ പ്രധാനമന്ത്രിയെ കാണുന്നതൊക്കെ ഒരു പതിവ് രീതിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്, പോയി കാണുന്നത് എന്നുകൂടി വി ഡി സതീശൻ പറയുന്നുണ്ട്. ഞാൻ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു എന്നതാണ് മറ്റൊരു തമാശ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞാൽ റെയ്ഡ് ചെയ്യാൻ പോകുമോ, ഞാൻ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു, അവിടേക്ക് പോയി റെയ്ഡ് ചെയ്തു എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ട്രോൾ നടത്തി മറുപടി പറയുക എന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. CPM നേതാക്കളും തമാശ പറഞ്ഞു തുടങ്ങിയല്ലോ, അവർ മസിലൊക്കെ വിട്ട് സംസാരിച്ചു തുടങ്ങിയല്ലോ എന്ന വിമർശനവും പരിഹാസരൂപേണ വി ഡി സതീശൻ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ EDയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറല്ല. പ്രേരിതമാണെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇത് കോടതിയിൽ അനുമതി നൽകിയതാണ്, 4 വർഷം മുൻപുള്ള കേസാണ്, ആ കേസ് നിലനിൽക്കുന്നതാണ്, ആ വാദത്തിൽ കഴമ്പുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ടല്ലോ. തീർച്ചയായും യഥാർത്ഥത്തിൽ ഇവിടെ 4 വർഷം മുമ്പുള്ള കേസാണ്, ഇതുവരെ ഇതിനകത്ത് നടപടികളിലേക്ക് പോയിട്ടില്ല, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ മാത്രം ഒന്നുമില്ല, അങ്ങനെ കോടതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം പാടില്ല എന്ന് പറയാൻ ഒരു സംസ്ഥാന സർക്കാരിന് ഭരണഘടനാപരമായി തന്നെ അവകാശമില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ റെയ്ഡിനെ കുറിച്ചുള്ള ഒരു വിവരവും സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നില്ല. അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ മാധ്യമ വാർത്തകൾ അറിഞ്ഞുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അങ്ങോട്ട് പോലീസിനെ കൂടുതലായി നിയോഗിച്ചത്. അതിന് ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അവിടെ ഒരു സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായി, അതിനകത്ത് ക്രിമിനൽ സംഘങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായി എന്ന കുറ്റപ്പെടുത്തലും CPM-ന് നേരെ തിരിച്ചുവെക്കുന്നുണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കാര്യത്തിലൊക്കെ കാര്യക്ഷമമായ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് മറ്റു ചില ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്, മറ്റുള്ളവർ പണം വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളിൽ. അങ്ങനെ അതിനുള്ള മറുപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. മന്ത്രിസഭയിൽ 2 പേർ CMR-ൽ നിന്നും പണം പറ്റി എന്ന ആരോപണത്തെക്കുറിച്ചായിരുന്നു ആ ചോദ്യം. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യവസായികളിൽ നിന്നും പണം വാങ്ങാറുണ്ട്, അതല്ല ഇവിടുത്തെ കേസ്. ഈ കേസ് കള്ളപ്പണം വെളുപ്പിക്കലാണ്, നൽകാത്ത സേവനത്തിന് പണം പറ്റി എന്നതാണ്. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന റെയ്ഡാണിത്, അതെങ്ങനെ നടത്തണമെന്ന് നിർദ്ദേശിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അതായത് ED നടപടിയെ തള്ളിക്കളയുന്നില്ല സംസ്ഥാന സർക്കാർ, അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന സ്വാഭാവിക നടപടിക്രമമാണ് എന്ന ന്യായീകരണം നിരത്തുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തത്. അതായത് EDയെയോ അല്ലെങ്കിൽ ഈ നടപടികളുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെയോ കുറ്റപ്പെടുത്തുക എന്ന രാഷ്ട്രീയ സമീപനം ഇവിടെ സംസ്ഥാന സർക്കാർ എടുക്കുന്നില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന ഒരു സമീപനം കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ റെയ്ഡിന് പിന്നിൽ താനാണ് എന്ന് പിണറായി വിജയൻ പറയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ട്. അത് CPM-ന്റെ നേതാക്കൾ മാത്രമേ പറയുള്ളൂ എന്നുകൂടി പരിഹസിച്ചുകൂടി ഉള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇത് 2 മുനകളാണ് അദ്ദേഹം CPM-ന് നേരെ തിരിച്ചു വെച്ചത്. ഒന്ന്, റെയ്ഡിന് പിന്നാലെ മോദിയെയോ അല്ലെങ്കിൽ അമിത്ഷായെയോ ഒന്നും കുറ്റപ്പെടുത്താതെ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞതിനെ ഒരായുധമാക്കി മാറ്റിവെച്ചിരിക്കുന്നു. മറ്റൊന്ന്, തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും, അതായത് VD മോഡി ഡീലാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്ക് അങ്ങേയറ്റത്തിന്റെ പരിഹാസത്തിന്റെ ഭാഷയിൽ മറുപടി നൽകി ഒഴിഞ്ഞു മാറുക എന്ന സാജു, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസം നമ്മൾ സംസാരിച്ചത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുന്നില്ല എന്നതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മൗനവും വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. അതിലെന്താണ് വി ഡി സതീശൻ ഇന്ന് പ്രതികരിച്ചത്? വി ഡി സതീശനോട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തന്നെ വാചകങ്ങൾ കടമെടുത്താൽ 12
2 തവണയോളം മാധ്യമങ്ങൾ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. ഡൽഹി മുതൽ കൊച്ചി അടക്കം തിരുവനന്തപുരം വരെയുള്ള എല്ലായിടത്തും ഏതൊക്കെ സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കടന്നുപോയോ ആ ഘട്ടത്തിലെല്ലാം ഇ ഡി റെയ്ഡിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചിരുന്നു. മൗനം പാലിച്ചായിരുന്നു മുഖ്യമന്ത്രി എടുത്തിരുന്ന സമീപനം. അതിന് ഇന്ന് വി ഡി സതീശൻ മറുപടി പറയുന്നുണ്ട്. ഈ മറുപടി പറയാനുള്ള അവകാശങ്ങൾ എങ്കിലും എനിക്ക് നൽകണം, മൗനി ഭാവ എന്ന നിലയിലാണ് തന്നെ ചിത്രീകരിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ മറുപടി പറയേണ്ട സമയം ഞാനാണ് തീരുമാനിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇതിനകത്ത് പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് പറഞ്ഞു തുടങ്ങിയത്, ഞാൻ ഇങ്ങനെ ഒളിച്ചോടുന്ന ആളല്ല, കാര്യങ്ങൾ പഠിച്ചിട്ട് വേണ്ടേ പറയാൻ, അതുകൊണ്ട് എങ്ങനെ മറുപടി എപ്പോൾ പറയണമെന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാനം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുമ്പോൾ, ഡൽഹിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അതേ ചോദ്യം, നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുമ്പോൾ അതേ ചോദ്യം, തുടർന്ന് തന്റെ വീട്ടിലേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ എത്തിച്ചേരുമ്പോഴും അതേ ചോദ്യം. ഇത്രയധികം യൂണിറ്റുകൾ എവിടുന്ന് എന്ന ചോദ്യം കൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ എവിടെ വെച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചാലും അതിനു മറുപടി പറഞ്ഞു പോകുക എന്ന രീതി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോഴും അദ്ദേഹം തുടക്കം മുതൽ സ്വീകരിക്കുന്നത് ക്യാബിനറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഓരോ ക്യാബിനറ്റിന് ശേഷവും വാർത്താ സമ്മേളനം നടത്തുക എന്ന സമീപനവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരിക എന്നുള്ളതുമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മൗനം പാലിക്കുകയായിരുന്നു വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ചെയ്തത്. അതിന് അദ്ദേഹം ഇന്ന് നിരത്തിയ ന്യായീകരണങ്ങൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഒളിച്ചോടുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണ്ടേ പറയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം തുടങ്ങിയത് തന്നെ. അദ്ദേഹം അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇ ഡിയുടെ നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഇന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം, ഇ ഡിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെയും അടക്കം നടത്തിയ നീക്കങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാടായിരുന്നു വി ഡി സതീശന്റെ പാർട്ടിയായ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. സംസ്ഥാനത്ത് മറ്റൊരു സമീപനം സ്വീകരിക്കുന്നു എന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഉയർന്നു വന്നതാണ്. ആ ചോദ്യത്തിന് ഒരു സർക്കാരിന് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള നടക്കുന്ന, കോടതി നിർദ്ദേശപ്രകാരം നടക്കുന്ന ഒരു അന്വേഷണത്തിൽ അത് പാടില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന വളരെ സാങ്കേതികമായ മറുപടി പറഞ്ഞു ഒഴുകിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വിമർശനങ്ങളെ തള്ളിക്കളയുകയാണ്, പരിഹസിച്ച് മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായിട്ടുണ്ട് എന്നതുകൂടി പറയാം.